ഇപ്പൊ ഓക്കെ ആണ് അല്ലേ? എന്തൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന അത് നമ്മളെ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തേ അത് കാണുന്നുണ്ടോ? ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. അവിടെ വരെയാണ്. കാണുന്നുണ്ടോ നിങ്ങള്? ആ ഷീറ്റ് കാണുന്നുണ്ടോ? ഞാനിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന ഷീറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലെ? സ്ക്രീൻ കാണാം, പക്ഷെ ഇത് കാണുന്നില്ല. ഇതാണോ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല, അതുകൊണ്ടാണോ 2-3 മിനിറ്റ് ഓക്കെ ആയിട്ടില്ല. ഷെയർ ആയിട്ടില്ല. ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. 10 മിനിറ്റ് നമ്മൾ അങ്ങനെ പോയി വെച്ചാലേ 1:25 ആയപ്പോ തുടങ്ങി ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിന്റെ ഒരു പ്രശ്നമായിരുന്നേ. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. യെസ്, ഓക്കെ. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സില് യെസ് നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. ESI എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നായിരുന്നു അല്ലെ. 20,000 രൂപ, 20,000 rupees. അതിനെങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 3.25%. 20,000 into 3.25% എത്ര വരുന്നു? 650 rupees. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 0.75% ആണ്. 20,000-ന് നമ്മൾ 0.75% കണ്ടു, 150 rupees. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാ? 800. ഓക്കെ, ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. ദ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS. അതിന്റെ ഷോർട്ട് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. എക്സ്പാൻഡഡ് CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. One of the oldest health insurance scheme introduced by the government of India is currently in effect. അതായത് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പഴയ കാലത്തുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് CGHS എന്ന് പറയുന്നത്. Is oldest health insurance scheme introduced by the government of India. ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് CGHS എന്ന് പറയുന്നത്. The scheme which was introduced in the year 1954. രണ്ടാമത് നോട്ട് ചെയ്യുക, CGHS ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ എന്ന 1954. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Which was introduced in the year 1954, provides health insurance coverage to central government employee and pensioners. ഉണ്ടോ? ആർക്ക് കവറേജ് കൊടുക്കുന്ന, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്കും പെൻഷനേഴ്സിന് ഈ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസ് സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. The large volume of beneficiaries connected with the scheme make it is a distinctive one. ഇനി എന്താ അതിന്റെ ബെനിഫിഷ്യറീസ്? ഒരു വലിയൊരു ജനസംഖ്യ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. അത് തന്നെയാണ് ആ സ്കീമിനെ മറ്റുള്ള സ്കീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. The scheme accompanies a range of benefit to provide extensive coverage to government employees and pensioners and their families. ആർക്കൊക്കെ കവറേജ് കൊടുക്കുന്ന ഈ സ്കീം? ഗവൺമെന്റ് എംപ്ലോയിക്ക്, പെൻഷനേഴ്സിന് ആൻഡ് their family. ഇവർക്ക് കൂടി ബെനിഫിറ്റ് കിട്ടുന്ന, കവറേജ് നൽകുന്ന ഒരു സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. അതിനകത്ത് പല ബെനിഫിറ്റ്സും ബെനിഫിഷ്യറീസ് ആരൊക്കെയാന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പാരഗ്രാഫിൽ നിങ്ങൾ നോട്ട് ചെയ്തിടണം. CGHS അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. പിന്നെ അടുത്തത് ദ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ നോട്ട് ചെയ്തിടുക. 1954ലാണ്. ദ സ്കീം വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1954. 1954ലാണ് ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാ? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഇവർക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. Health insurance coverage to central government employees and pensioners. Okay, next നമുക്ക് ഇവർക്കും കൂടി എന്ത് ചെയ്ത് കവറേജ് കൊടുക്കുന്നുണ്ട്. Benefit to provide extensive coverage to government employees or pensioners and their family. ഇവർക്ക് കൂടി കവറേജ് കൊടുക്കും. ഓക്കെ, പാരഗ്രാഫ് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ഈ സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ആർക്കൊക്കെയാണ് ഈ സ്കീം കവറേജ് കൊടുക്കുന്നത്?
CGHS സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ഒന്നാമത് നോക്കി അതൊന്ന് നോട്ട് ചെയ്തിടണം കേട്ടോ. അവിടെ ടിക്ക് ഇട്ട് വെച്ചോ. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സർവൻസിനും എന്താ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്. Then pensioners and their family members, പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ബെനിഫിഷ്യറീസ് ആണ്, ഇത് ഗുണഭോക്താക്കളാണ്. പെൻഷനേഴ്സ് ആൻഡ് their family members. Next, honorable member of parliament, ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പേഴ്സിന് honorable members of parliament. Then honorable judges of Supreme Court of India, honorable judge of Supreme Court of India, സുപ്രീം കോർട്ട്, ഇന്ത്യൻ സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്. അടുത്തത് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡി കവേർഡ് അണ്ടർ CGHS. CGHSന്റെ കീഴിൽ വരുന്ന ഓട്ടോണമസ് ബോഡിയിലെ എംപ്ലോയേഴ്സിനും പെൻഷനേഴ്സിനും അവരും ബെനിഫിഷ്യറീസ് ആണ് അതിന്റെ. നെക്സ്റ്റ്, ഫോർമർ ജഡ്ജ് ഓഫ് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഹോണറബിൾ, ദ ഫോർമർ ജഡ്ജസ്, ഫോർമർ മുമ്പുള്ള ജഡ്ജിമാര്. ഇവിടെ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട്, ഇന്ത്യൻ സുപ്രീം കോർട്ടിലെ ഫോർമർ മുൻപുണ്ടായ ഫോർമർ ജഡ്ജസിന്. ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട്, ഹൈക്കോർട്ടിലെ ഹൈക്കോർട്സിലുള്ള വർക്കും എന്താ ഈ ഫോർമർ എംപ്ലോയീസിനും ഈ ബെനിഫിഷ്യറീസ് ആണ്. അത് ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യയിലും ഹൈക്കോർട്ടിലും. ഫോർമർ ജഡ്ജസ് ഓഫ് ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട്. സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും മുൻപുള്ള ജഡ്ജസ്. ജഡ്ജിമാര്, ജഡ്ജസ്. Former judges of Honorable Supreme Court of India and Honorable High Court. High Court le Supreme Court le. Then next, freedom fighters. Freedom fighters. സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവര് ബെനിഫിഷ്യറീസ് ആണ്. ഫ്രീഡം ഫൈറ്റേഴ്സ്. അടുത്ത നോക്കിയേ, എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്. റെയിൽവേ ബോർഡിലുള്ള employees of the railway board, journalists who are member of the press association. റെയിൽവേ ബോർഡിലെ ജീവനക്കാര്, അതുപോലെ പ്രസ് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ളവര്. members of the journalists who are members of the press association. പ്രസ് അസോസിയേഷനിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകള്. സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, സിവിലിയൻ സാധാരണ എംപ്ലോയീസ്, അവിടുത്തെ ഡിഫൻസിലെ പ്രതിരോധം, ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസ്, സാധാരണ എംപ്ലോയീസ്, ഇവരെല്ലാവരും ഏത് CGHS സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആണ്. ക്ലിയർ ആയോ? അത് വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല. ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാര്, അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തവർ ആരെന്നൊക്കെ ജസ്റ്റ് ചോദിക്കാം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബെനിഫിഷ്യറീസ് ആണ് കേട്ടോ. അതങ്ങനെ ടിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ഒന്നും സൈഡിൽ എഴുതി വെച്ചോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ ബെനിഫിഷ്യറീസ് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സർവൻസും പെൻഷനേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും പാർലമെന്റിലെ മെമ്പർമാര്, ബഹുമാനപ്പെട്ട പാർലമെന്റിലെ മെമ്പർമാര്, പിന്നെ ജഡ്ജസ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സുപ്രീം കോർട്ടിലെ ജഡ്ജികള്, അവർക്ക്. പിന്നെ ഓട്ടോണമസ് ബോഡി, സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന എംപ്ലോയീസും പെൻഷനേഴ്സും ഏതിന്റെ കീഴില്? കവേർഡ് അണ്ടർ CGHS കീഴിലുള്ള ഓട്ടോണമസ് ബോഡിയിലെ എംപ്ലോയീസിനും പെൻഷനേഴ്സിനും. പിന്നെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിലെ ഫോർമർ ജഡ്ജികൾക്കും, ഫ്രീഡം ഫൈറ്റേഴ്സ്, റെയിൽവേ ബോർഡിലെ എംപ്ലോയീസ്, പ്രസ് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റും. പിന്നെ അടുത്ത ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസ്, സാധാരണ എംപ്ലോയിയും ബെനിഫിഷ്യറീസ് ആണ്.
Then next നോക്കിയ under this scheme the eligible central government employee can get the following health insurance benefits. ഈ നമ്മുടെ CGHS എന്ന് പറഞ്ഞ സ്കീം പറഞ്ഞല്ലോ. ഈ സ്കീമിൻ പ്രകാരം ഈ പറയുന്ന നമ്മള് യോഗ്യരായ ഈ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ജീവനക്കാര് അവർക്ക് ഈ ഈ താഴെ പറയുന്ന ബെനിഫിറ്റ്സ് കിട്ടുമെന്ന്. Under this scheme, the eligible central government employee can get the following health insurance benefits. ഈ പറയുന്ന health insurance benefits കിട്ടും. ഈ സ്കീം പ്രകാരം അതിന് എലിജിബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഈ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടും. എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? ഒന്നാമത്തെയാണ് കവർ ഫോർ PPF. കവർ ഫോർ PPF. PPF എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ് PPF എന്ന് പറയുന്നത്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്തിനുള്ളത്? ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ് ഇഷ്യൂ ചെയ്യാനും ട്രീറ്റ്മെന്റിനും മരുന്നുകളുടെ വിതരണത്തിനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനുമുള്ള PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനുള്ള കവറേജും കൊടുക്കുന്നുണ്ട്. കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് അവരെ കൺസൾട്ട് ചെയ്യാനുള്ള കൺസൾട്ടേഷൻ കവറേജും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽ. എംപാനൽഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇൻഷുറൻസ് കൊടുക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഇൻഷുറൻസ് കൊടുക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ഹോസ്പിറ്റൽസ് ഇല്ലേ, ആ ലിസ്റ്റിൽപ്പെട്ട ഹോസ്പിറ്റൽസിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻഷുറൻസ് കൊടുക്കുന്ന ലിസ്റ്റിൽപ്പെട്ട ഹോസ്പിറ്റലാണ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇൻഡോർ ട്രീറ്റ്മെന്റിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലെയും എംപാനൽഡ് ഹോസ്പിറ്റൽസിലെയും ഇൻഡോർ ട്രീറ്റ്മെന്റിന് അത് ഈ ഇൻഷുറൻസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ബെനിഫിറ്റ്സ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ആണ്. Then cover for family welfare services. കുടുംബ സേവനങ്ങൾക്കുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്. ഫാമിലി വെൽഫെയർ സർവീസസ് അതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ മെറ്റർണിറ്റി എക്സ്പെൻസസ്. പ്രസവ ചെലവുകൾക്കുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ മെറ്റർണിറ്റി എക്സ്പെൻസസ്. അടുത്തതാണ് കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള കവറേജും കൊടുക്കുന്നുണ്ട്. എന്താണ് ആയുഷ് എന്ന് പറഞ്ഞത്? നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചതല്ലേ. ആയുഷിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? ആയുർവേദ, യോഗ, നേച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഓക്കെ, യോഗ ആൻഡ് നേച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള കവറേജും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഈ സ്കീം പ്രകാരം നമുക്ക് ഇങ്ങനെയുള്ള ഈ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ PF-നുള്ള കവറേജ് കൊടുക്കണ്ട്. സ്പെഷ്യലിസ്റ്റിനെ കാണാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റിനെ കാണാനുള്ള കവറേജ്, കൺസൾട്ടേഷൻ, കവർ ഫോർ കൺസൾട്ടേഷൻ ഗവൺമെന്റ് ഹോസ്പിറ്റലില് കൺസൾട്ടേഷനുള്ള കവറേജ് കൊടുക്കണ്ട്. ഇൻഡോർ ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ എവിടെയുള്ളത്? ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും എംപാനൽഡ് ഹോസ്പിറ്റൽസിലുമുള്ള ഇൻഡോർ ട്രീറ്റ്മെന്റിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. ഫാമിലി വെൽഫെയർ സർവീസിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. മെറ്റർണിറ്റി എക്സ്പെൻസസ് പ്രസവ ചെലവുകൾക്കുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. ആയുഷ് ട്രീറ്റ്മെന്റിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്.
ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് CGHS കാർഡ്. CGHS കാർഡ്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം കാർഡ് എന്താ? The government of India provides all CGHS beneficiaries and their dependents. അവരുടെ ആശ്രിതർക്കും എല്ലാ CGHS ബെനിഫിഷ്യറീസിനും അതിന്റെ ആശ്രിതർക്കും വിത്ത് എന്ത് കൊടുക്കുന്നത്? വിത്ത് എ ഫോട്ടോ ID പ്ലാസ്റ്റിക് കാർഡ് called the CGHS card by the government of India. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു CGHS കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ CGHS ബെനിഫിഷ്യറീസിനും അവരുടെ ആശ്രിതർക്കും എന്താണ്? ഒരു കാർഡ്, CGHS കാർഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താ? നമ്മുടെ ഒരു ഫോട്ടോയുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡാണ്, ID പ്ലാസ്റ്റിക് കാർഡാണ് CGHS കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ എ യൂണിക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ. അതൊരു യൂണിക് ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. ആ കാർഡിൽ നമ്മുടെ ഫോട്ടോയും ഉണ്ടാവും. അതുകൂടാതെ ഒരു യൂണിക്, ഒരാൾക്ക് ആ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. യൂണിക് നമ്പർ ആണ്, നമ്മളെ തിരിച്ചറിയാനുള്ള യൂണിക് നമ്പർ ആണ്, ഐഡന്റിറ്റി നമ്പറും ആ കാർഡിൽ ഉണ്ടാവും. വിച്ച് ആൻ ഇൻഡിവിജ്വൽ മസ്റ്റ് ഷോ ടു CGHS ഫെസിലിറ്റീസ് അറ്റ് എനി പോയിന്റ്. ഏത് സമയത്തും നമുക്ക് CGHS ഫെസിലിറ്റീസിൽ നമ്മൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാർഡ് കാണിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ റേഷൻ കടയിൽ നമ്മൾ പോയാൽ റേഷൻ കാർഡ് നിർബന്ധമല്ലേ? റേഷൻ കാർഡ് ഇല്ലാതെ പോയാൽ പറ്റുമോ? ബാങ്കിൽ നമ്മൾ പോണെങ്കിൽ ബാങ്കിന്റെ പാസ്ബുക്ക് അത് കൊണ്ടാവാതെ ബാങ്കിൽ ഒരു കാര്യങ്ങൾ നടക്കൂല അല്ലെ? വേണ്ടേ? അക്ഷയ പോയി കഴിഞ്ഞാൽ ആധാർ നിർബന്ധമല്ലേ? അല്ലെ? അപ്പൊ അവിടുത്തെ സൗകര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആ കാർഡ് വേണം. അതുപോലെ CGHS ബെനിഫിഷ്യറീസും അവരുടെ ആശ്രിതർക്കും ഈ CGHS ഫെസിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ കാർഡ് കാണിക്കണം. നമ്മുടെ കയ്യില് ഈ CGHS കാർഡ്, ആ കാർഡ് കാണിച്ചാൽ മാത്രമേ അതിന്റെ ആനുകൂല്യം നമുക്ക് അത് കിട്ടുള്ളൂ, അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. യൂണിക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി കാർഡ്, ഐഡന്റിറ്റി നമ്പർ, ഒരു ഫോട്ടോ ID പ്ലാസ്റ്റിക് കാർഡാണ് CGHS കാർഡ് എന്ന് പറയുന്നത്. ഇതാരാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് തരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡാണ്, പ്ലാസ്റ്റിക് ID ആണ്, ID കാർഡാണ് CGHS. അതിനകത്ത് എന്തുണ്ടാവും? നമ്മുടെ ഫോട്ടോ കൂടാതെ അവിടെ ഐഡന്റിഫിക്കേഷൻ യൂണിക്, അതായത് ഒരേ നമ്പർ അല്ല, യൂണിക് ആണ്, നമ്മളെ വ്യത്യസ്തനാക്കുന്ന യൂണിക് ബെനിഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അതിന്റെ നമ്മുടെ CGHSന്റെ ഫെസിലിറ്റികളിൽ എവിടെയെങ്കിലും നമ്മൾ ആ സൗകര്യങ്ങളുള്ള, ആ ഫെസിലിറ്റി ഉള്ള എവിടെയെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ്, CGHS കാർഡ് നിർബന്ധമായിട്ട് നമ്മളത് കാണിക്കണം. മസ്റ്റ് ഷോ, ഇൻഡിവിജ്വൽ മസ്റ്റ് ഷോ, എന്നാൽ മാത്രമാണ് CGHS ബെനിഫിറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നത് ഈ കാർഡ് എങ്ങനെയാണ്? ദ കാർഡ് ഈസ് വൈറ്റ്. എന്ത് കളറാന്ന് പറഞ്ഞ കാർഡിന്റെ? CGHS കാർഡിന്റെ കളറ് വൈറ്റ് ആണ്. പിന്നെ വേരിയിങ് കളേർഡ് സ്ട്രിപ്സ്, അതിനകത്ത് എന്തുണ്ടാവും? പല കളറിലുള്ള സ്ട്രിപ്സ് ഉണ്ടാവും, വരകൾ ഉണ്ടാവും. അത് ദ ടോപ്പ്, ആ മുകളില്, ആ വൈറ്റ് കാർഡാണ്, അതിന്റെ മുകളില് പല കളറുകളുള്ള സ്ട്രിപ്പ് വരകൾ അതിന്റെ ടോപ്പിൽ കാണപ്പെടും. ദാറ്റ് റെപ്രസെന്റ് ദ കാർഡ് ഹോൾഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്, ആരാണ് എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്തുണ്ടാവും? ഇപ്പൊ റേഷൻ കാർഡ് തന്നെ പല കളറ് ഇല്ലേ? നമുക്ക് കാർഡിന്റെ കളർ ചോദിക്കൂലേ? ബ്ലൂ കാർഡ്, യെല്ലോ കാർഡ്, വൈറ്റ് കാർഡ് എന്നൊക്കെ പറയുന്നത്. അതെന്താ? നമ്മള് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനല്ലേ? അല്ലെ? BPL ആണോ APL ആണോ, നമ്മുടെ ഏറ്റവും ഇത് താഴെയുള്ളതാണോ RSBY
ഇത് ഇങ്ങനെയുള്ള താഴെയാണോ അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാണ് അവിടെ റേഷൻ കാർഡിന് നമ്മൾ പല കളറുകൾ കൊടുത്തേക്കണേ. അപ്പൊ വെള്ളക്കാർഡ് അപ്പൊ നമുക്കറിയാം ഏറ്റവും ടോപ്പില് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറി തിരിച്ചേക്കണേ. ഇവിടെ ഈ കാർഡ് വൈറ്റ് കാർഡാണ് എങ്കിൽ പോലും അതിന്റെ ടോപ്പിൽ എന്തുണ്ട്, പല കളറുകളുള്ള സ്ട്രിപ്പ് വരകളുണ്ട്. അതെന്തിനാ? അത് ആരാണോ അത് കാർഡ് ഹോൾഡർ അവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാ. അവർക്കുടെ സ്റ്റാറ്റസ്, അവരുടെ നില ഏത് തരത്തിലുള്ള ആളുകളാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാ. സോ ദിസ് സ്ട്രിപ്പ് ക്യാൻ എനി ഓഫ് ദ ഫോളോയിങ് കളേഴ്സ്, ഏതെങ്കിലും കളറുകളാവാം. ആ കളറുകളും അത് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. യെല്ലോ കളർ എന്താ? എ ജേർണലിസ്റ്റ് ഓഫ് ആൻ ഓട്ടോണമസ് കമ്പനി, സ്വയംഭരണ കമ്പനികളുടെ ജേർണലിസ്റ്റ്. അവർക്ക് അപ്പൊ വൈറ്റ് കാർഡിലെ യെല്ലോ സ്ട്രിപ്സ് ആയിരിക്കും. പറയുന്നത് മനസ്സിലാവുണ്ടോ? സ്പീഡ് കൂടുണ്ടോ? ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ നമുക്ക്, തിരക്ക് പിടിക്കണ്ട നമുക്ക്. ഓക്കെ. അപ്പൊ യെല്ലോ കാർഡ് എന്താണ്? യെല്ലോ കാർഡിന് സ്വയംഭരണ കമ്പനികളിലുള്ള ജേർണലിസ്റ്റ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ജേർണലിസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ആ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ബ്ലൂ കാർഡ് നോക്കിയേ, എ സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, സേവനം ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും. ആ സ്ട്രിപ്പിന്റെ കളർ ഏതാ? സ്ട്രിപ്പ് ബ്ലൂ ആയിരിക്കും. ആ വരകള് നീല നിറത്തിലുള്ള വരകളായിരിക്കും. റെഡ് എന്ന് പറഞ്ഞാൽ എ മെമ്പർ ഓഫ് ദ പാർലമെന്റിലെ മെമ്പർമാര്. എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് ഏതാണ്? റെഡ് കളറാണ് കാണിക്കുന്നത്. എ മെമ്പർ ഓഫ് ദ പാർലമെന്റ്. അപ്പൊ നമുക്ക് ആ റെഡ് സ്ട്രിപ്പ് കണ്ടു കഴിഞ്ഞാൽ മെമ്പർ ഓഫ് ദ പാർലമെന്റ് അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമുക്ക്. നെക്സ്റ്റ് ഗ്രീൻ കാർഡ് ഉണ്ട്. ഗ്രീൻ ആർക്കാ? എ പെൻഷനേഴ്സ്, എക്സ് MP, റിട്ടയർഡ് പേഴ്സണൽ ഓർ എ ഫ്രീഡം ഫൈറ്റർ. ഓക്കെ, ഇവരെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് ഗ്രീൻ കാർഡ് കാണിക്കുന്നത്. CGHS കാർഡ് അത് വൈറ്റ് ആണെങ്കിൽ പോലും അതിന്റെ ടോപ്പില് എന്തുണ്ട്? പല കളറുകള് സ്ട്രിപ്സ് ഉണ്ട്, വരകളുണ്ട്. ആ സ്ട്രിപ്സ് ഓരോ സ്ട്രിപ്സും ഓരോ സെക്ഷൻ, ഓരോ വിഭാഗത്തെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാ. യെല്ലോ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്, ബ്ലൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയി, അവർക്കൊക്കെ ബ്ലൂ ഇതായിരിക്കും. റെഡ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ദ പാർലമെന്റ്. ഗ്രീൻ കളർ ആരെയൊക്കെ സൂചിപ്പിക്കുന്നത്? പെൻഷനേഴ്സിനെ, XMPനെ, റിട്ടയർഡ് പേഴ്സണലിനെ, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇവരെയൊക്കെ കാണിക്കുന്നു. CGHS കാർഡ് ഹാവ് വാലിഡിറ്റി. ഇനി ഈ കാർഡിന് ഒരു വാലിഡിറ്റി ഉണ്ട്. CGHS card have a validity until a beneficiary retirement date. ബെനിഫിഷ്യറീസ് അവര് റിട്ടയർഡ് ആവില്ലേ, ആ റിട്ടയർമെന്റ് ഡേറ്റ് വരെയും ഈ CGHS കാർഡിന് വാലിഡിറ്റി ഉണ്ടെന്നാ പറയുന്നത്. ആ റിട്ടയർമെന്റ് ഡേറ്റ് വരെ നമുക്ക് ആ കാർഡ് ഉപയോഗിക്കാം. ഇനി നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വേണമെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ടു എക്സ്റ്റെൻഡ് ഈസ് വാലിഡിറ്റി. അതിന്റെ വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് പോസ്റ്റ് റിട്ടയർമെന്റിന് ശേഷം ഇനി ആ CGHS കാർഡിന് വാലിഡിറ്റി വേണം, അത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? Then one must make his or her contribution a year before the completion. അവരുടെ ആ ജോലി തീരുന്ന ആ വർഷമല്ലേ റിട്ടയർമെന്റ്, അതിനോടനുബന്ധിച്ചുള്ള ആ വർഷം അവരെന്ത് ചെയ്യണം? ഇനി ഈ കാർഡ് ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം, അതിന്റെ വാലിഡിറ്റി നീട്ടണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? അവര് കുറച്ച് കോൺട്രിബ്യൂഷൻ, എത്ര രൂപ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. One must make his or her contribution a year before the completion. അതാ ജോലി കംപ്ലീറ്റ് ആവുന്ന റിട്ടയർമെന്റ് ഡേറ്റ് വരെയല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വർഷം എന്താണ് എന്ത് ചെയ്യണം? ആ വർഷത്തില് അതിനുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണം. അപ്പൊ അതിന്റെ വാലിഡിറ്റി തീരൂല. റിട്ടയർമെന്റ് പോസ്റ്റ് റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ആ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കിയത് അതെല്ലാരും ഒന്ന് ടിക്കറ്റ് വെച്ച് അവിടെ അണ്ടർലൈൻ ചെയ്തിടും ഒക്കെ ചെയ്യാട്ടോ. ഇത് കാർഡ് വൈറ്റ് ആണെന്നുള്ളതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. വെരി കളേർഡ് സ്ട്രിപ്സ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിടാം. എന്നിട്ട് ഓരോ കളറുകൾ, ആ സ്ട്രിപ്സിന്റെ കളറുകൾ, ആ വരകളുടെ കളറുകളാണ്. വൈറ്റില് മുകളിലുള്ള കളറുകൾ, യെല്ലോ ആണെങ്കിൽ ജേർണലിസ്റ്റ്, ബ്ലൂ ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി,
റെഡ് ആണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്, ഗ്രീൻ ആണെങ്കിൽ പെൻഷനർ ആവാം, എക്സ്എംപി ആവാം, റിട്ടയർഡ് പേഴ്സണൽ ആവാം, ഫ്രീഡം ഫൈറ്ററും ആവാം. ക്ലിയർ അല്ലേ? ഇനി ഈ കാർഡിന് എത്ര വരെ വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നേ? റിട്ടയർമെന്റ് ഡേറ്റ് വരെ വാലിഡിറ്റി ഉണ്ട്. ഇനി പോസ്റ്റ് റിട്ടയർമെന്റ് ശേഷവും നമുക്ക് ആ കാർഡ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ആ റിട്ടയർമെന്റ് ആവുന്ന ഇയർ ഇല്ലേ, അത് ജോലി കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു വർഷം നമുക്ക് ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് പോസ്റ്റ് റിട്ടയർമെന്റ് അത് ആ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പഠിച്ചു നോക്കിയോ? സ്ക്രീനിലിട്ടേക്കുന്നോണ്ടേ നിങ്ങളുടെ തമ്പൊന്നും എനിക്ക് കാണാൻ പറ്റുള്ള. കഴിഞ്ഞെങ്കില് പെട്ടെന്ന് വായിച്ചില്ലേ? ജസ്റ്റ് ആ കളറുകള് ഏതാണെന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. ആരൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി വെക്കുക, അണ്ടർലൈൻ ചെയ്തിടുക. ഇനി അത് ആ റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് വാലിഡിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. അങ്ങനെ നീളത്തിൽ കേട്ടിട്ടില്ലെങ്കിലും RSBY എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? RSBY കാർഡ്, RSBY കാർഡ് കേട്ടിട്ടുണ്ട്. നീളത്തിൽ അത്രയും ഇതായിട്ട് കേട്ടിട്ടില്ല, പക്ഷെ നമ്മളത് പഠിക്കണം. RSBYയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? ദ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. രാഷ്ട്രീയ കേട്ടിട്ടുണ്ട് അല്ലെ? ഫസീല കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന RSBY. എന്നാലും മോസ്റ്റ് നമ്മൾ കൂടുതൽ ഷോർട്ട് ഫോമാ കേട്ടേക്കണം. RSBY കാർഡ്, RSBY കാർഡ് എന്ന് കൂടുതൽ അങ്ങനെയല്ല. അത് ഇത്രയും ായിട്ട് അങ്ങനെ നമ്മൾ പറയാറില്ല. ഷോർട്ട് ചെയ്തിട്ട് അബ്രിവേറ്റഡ് ഫോം തന്നെ ഉപയോഗിക്കാറ് അല്ലെ? RSBY എന്നല്ലേ പറയണേ കാർഡ്. Is a health insurance policy. ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ 1st April 2008. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. RSBY ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1st April 2008. 1st April 2008. 2008 April 1st health insurance policy introduced on the 1st April 2008. Introduced by the ഇനി അത് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? Ministry of Labour and Employment. Ministry of Labour, introduced by the Ministry of Labour and Employment. The Government of India to provide a health insurance coverage for below poverty line. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. രണ്ടെണ്ണല്ല, ആദ്യത്തെ ആ ഒരു കുഞ്ഞു സെന്റൻസിൽ തന്നെ നമ്മൾ RSBYയുടെ എക്സ്പാൻഡഡ് ഫോം അണ്ടർലൈൻ ചെയ്തിടാം. ഇനി ഈ ഹെൽത്ത് ഇൻഷുറൻസ് RSBY ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് അത് നോക്കി വെക്കുക. 1st April 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The RSBY health insurance policy introduced on dash 1st April 2008. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? അതുകൂടി നോട്ട് ചെയ്തേ. Ministry of Labour and Employment. Ministry of Labour and Employment അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The Government of India to provide a health insurance coverage. ആർക്കാ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്? ഈ RSBY കാർഡിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത് ആർക്കാ? BPL families. Below poverty line. BPL എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കുക. പിന്നെ അത് എന്താണ് കവറേജ് ആർക്കാണ്? ഈ RSBY ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കവറേജ് കൊടുക്കുന്നത് ആർക്കാണ്? BPL ഫാമിലീസിനാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അത് BPL ഫാമിലീസിനാണ് ഈ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നത്. Launched specifically for the people who are working in the unorganized sector of the India. അതായത് അസംഘടിത മേഖലകളിൽ ജോലി ചെയ്തിരിക്കുന്ന വർക്കേഴ്സ് പ്രത്യേകിച്ച് പറയാണ്. BPL ഫാമിലിക്കും അതുപോലെ ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് ഇന്ത്യ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും എന്ത് ചെയ്യുന്നു? ഈ RSBY കാർഡ്, ആ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കവറേജ് കൊടുക്കുന്നുണ്ട്.
Okay, അതിനകത്ത് 3 സെന്റൻസും 4 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് എക്സ്പാൻഡഡ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. പിന്നെ ഇത് ആർക്കാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആർക്കാണ് കവറേജ് കൊടുക്കുന്നത്, BPL ഫാമിലീസ്. ഓക്കെ ആണോ? 4 കാര്യങ്ങൾ അവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത്. ഇനി ഓക്കെ, തമ്പ് അവിടെ ഇതിന്റെ ബാക്കിലാണ്, സ്ക്രീനിന്റെ ബാക്കിലാണ് തമ്പ് വരുന്നത്. അതുകൊണ്ട് സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് എന്റെ ഒരു ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കി. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ മാറ്റി നോക്കിയതാ ഓക്കെ അല്ലേ എന്നുള്ളത്. ഇനി വരുന്നത് here is a coverage available to the beneficiary to the Rashtriya Swasthya Bima Yojana. ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ കവറേജ് നമുക്ക് കിട്ടുന്നത്. A sum insured of 30,000 for a worker in an unorganized sector and their families. Okay, അതിനകത്ത് ആ ഇൻഷുർ ചെയ്ത ഇൻഷുർഡ് ചെയ്ത എമൗണ്ട് 30,000 രൂപയുടെ ഇൻഷുർ ചെയ്ത തുകയ്ക്ക് നമുക്ക് അതായത് ഒരു വർഷത്തില് 30,000 രൂപ വരെ കവറേജ് കിട്ടും. അതാണ് a sum insured of 30,000 for a worker in an unorganized sector and their families. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന അതുപോലെ അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ 30,000 രൂപ വർഷത്തില് 30,000 രൂപയുടെ കവറേജ് കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കിയേ, കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ഹോസ്പിറ്റലൈസേഷന്റെ ചെലവുകള് അതിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ഹോസ്പിറ്റലൈസേഷൻ ചെലവിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. ഇനി കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ. ഇനി മുമ്പ് നിലവിലുണ്ടായിരുന്ന എല്ലാ രോഗങ്ങൾക്കും കവറേജ് കൊടുക്കുന്നുണ്ട്. മുമ്പ് നിലവിലുണ്ടായിരുന്ന എക്സിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ രോഗങ്ങൾക്കും കവറേജ് കൊടുക്കുന്നുണ്ട്. ഇനി കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു 1,000. ഈ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് ട്രാവലിംഗിന്റെ പൈസയൊക്കെ വരില്ലേ, അങ്ങനെ 1,000 രൂപ വരെ കവറേജ് കൊടുക്കുന്നുണ്ട് RSBY ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കേട്ടോ. അടുത്ത നോക്കിയേ, ക്യാഷ്ലെസ് ഇൻഷുറൻസ്. ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്, പണരഹിത ഇൻഷുറൻസ് ആണ്, ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്. പൈസ ഇല്ല, നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ ചില ഇതിനകത്ത് നമുക്ക് റീഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എന്താ ഇപ്പോ എന്റെ അച്ഛൻ
അതെ, കേൾക്കണില്ലേ ഞാൻ പറയുന്നേ? എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് സിസ്റ്റം ഒന്ന് ഷട്ട് ഡൗൺ ആയി പോയിടാ. ഇന്നിപ്പോ ക്ലാസ് എടുക്കാൻ വന്നപ്പോ തുടങ്ങിയ ഓരോ പ്രശ്നമായിരുന്നു. കുറെ നേരം 10 മിനിറ്റ് ക്ലാസ് ഇതാക്കും. കേൾക്കാം അല്ലെ? ഇത് എന്താ വീഡിയോ കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഷെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതൊക്കെ ശരിയാക്കി വന്നപ്പോ അതേ തന്നെ സിസ്റ്റം ഓഫായി പോയതാട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, നമ്മളെ ക്യാഷ്ലെസിന്റെ കാര്യമല്ലേ, ക്യാഷ്ലെസ് ഇൻഷുറൻസ്. അച്ഛൻ എന്റെ അച്ഛനെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഇൻഷുറൻസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ഇതായിരുന്നേ. അപ്പൊ അവിടെ ഹോസ്പിറ്റലിന്റെ ഇതിനകത്ത് ചോദിച്ചപ്പോ ഞാൻ ഇൻഷുറൻസ് സെക്ഷനിൽ ചെന്നപ്പോ ക്യാഷ്ലെസ് ഇല്ല, അവിടെ റീഎംബേഴ്സ്മെന്റ് ഉള്ളൂന്ന്. അപ്പൊ നമ്മള് പൈസ ഫുൾ എമൗണ്ട് അവിടെ എന്ത് പറ്റിയെന്നാണോ, അച്ഛനെ ഒരു 1.5 വർഷമായിട്ടൊക്കെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചെറിയ ഒരു നെഞ്ചുവേദനയൊക്കെ ആയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോ എന്നാ ഒന്ന് വേഗം ചെക്ക് ചെയ്തേക്ക, ഇതൊക്കെ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചെക്ക് ചെയ്ത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോ ചെറിയ അതുകൊണ്ട് 2-3 ദിവസം ലീവായിരുന്നു ഇവിടെ. അപ്പൊ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോ ബ്ലഡ് വെസൽസിനൊന്നും കുഴപ്പമില്ല. അത് ഒരു ഭാഗത്ത് കുറച്ച് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോ ഡോക്ടർ പറഞ്ഞു ചിലപ്പോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും, നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ കയറ്റി കാണിച്ച് പ്രൊസീജിയർ ഇതൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് സക്ക് ചെയ്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല, ബ്ലോക്ക് എന്ന് പറയാം. എങ്കിലും ആ ബ്ലഡ് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നതുകൊണ്ട് ആ ബ്ലഡ് ഫ്ലോ ചെയ്യണ്ടായിരുന്നില്ല ഒരു സൈഡില്, റൈറ്റ് സൈഡില് ഇതുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ വേഗം തന്നെ സക്ക് ചെയ്തെടുത്തു. അത് കഴിഞ്ഞപ്പോ വെസൽസ് ഒക്കെ ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട വന്നില്ല. അപ്പൊ ഞാൻ അവിടെ ഇൻഷുറൻസിൽ ചെന്നപ്പോഴേ അപ്പൊ ഞാൻ ഓർത്ത് നമ്മുടെ ഇൻഷുറൻസ് ആണല്ലോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ക്യാഷ്ലെസ് ഇല്ല മാം എന്ന് പറഞ്ഞു. പിന്നെ ഫുൾ എമൗണ്ട് തന്നെ പേ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ പേപ്പറും കാര്യങ്ങളൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ അവര് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബില്ലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഓക്കെ, ക്യാഷ്ലെസിന്റെ കാര്യം പറഞ്ഞാണ്. അപ്പൊ തന്നെ നോക്കി നമുക്ക് RSBY എങ്ങനെയാ അതിന്റെ ഇത് നോക്കിയ ബെനിഫിഷ്യറീസ് ഇങ്ങനെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. ഓക്കെ, അടുത്ത നോക്കിയേ, എ പ്രീമിയം ഓഫ് RS 30 പെർ ആനം. പെർ ആനം എന്ന് വെച്ചാൽ പെർ ഇയർ ആട്ടോ. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പെർ ആനം എന്ന് പറഞ്ഞാൽ പെർ ഇയർ. വർഷത്തില് എത്ര രൂപ പ്രീമിയം അടച്ചാൽ മതി? 30 രൂപ മാത്രം ഉണ്ടാവും. അതായത് ഒരു വർഷത്തില് നമുക്ക് 30 രൂപ അടച്ചിട്ട് RSBYയില് നമുക്ക് അംഗമാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് അതിന്റെ ബെനിഫിഷ്യറീസ്. അതും നോട്ട് ചെയ്തിടണം കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. പിന്നൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം അവിടെ. RSBYയുടെ എക്സ്പാൻഡഡ് ഫോം അണ്ടർലൈൻ ചെയ്തിടാം. ഇനി ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി RSBY ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡേറ്റ് അത് 1 April 2008 എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇനി ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ആർക്ക് വേണ്ടി RSBY? BPL ഫാമിലീസ് അല്ലെ, ബിലോ പോവർട്ടി ലൈൻ, അവർക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒരു സ്കീമാണ് RSBY എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താഴെ ഈ അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട്, പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഓഫ് ഇന്ത്യ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കവറേജ് കൊടുക്കുന്ന കാർഡാണ് RSBY കാർഡ്. ഇനി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിഷ്യറീസ്, ഇന്നത്തെ കാര്യങ്ങൾക്കാണ് അവർ കവറേജ് കിട്ടുന്നതെന്നാണ്. കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ്. അപ്പൊ RSBYയില് അതിന്റെ ബെനിഫിഷ്യറീസിന്, അതിന്റെ ഗുണഭോക്താക്കൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കവറേജ് കിട്ടും. വർഷത്തിൽ എത്ര രൂപ കിട്ടും എന്ന് പറഞ്ഞേ? 30,000. വർഷത്തില് 30,000 രൂപ വരെ കവറേജ് കിട്ടും. ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള കവറേജ് കിട്ടും. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് അതിനുള്ള കവറേജ് കിട്ടും. പിന്നെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കിട്ടും. എത്ര രൂപ വരെയാ? 1000 രൂപ വരെ ആ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ അതിന് വേണ്ടി യാത്രാ ചെലവെന്നുള്ള രീതിയിൽ 1000 രൂപ വരെ കിട്ടും. പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ പ്രീമിയം എത്ര രൂപ മതി? പ്രീമിയം പെർ ഇയറിൽ 30 രൂപ പ്രീമിയം അടച്ചാൽ മതി. ക്ലിയർ അല്ലേ അത്?
അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സൈഡിൽ അവിടെ എഴുതി വെച്ചോ നിങ്ങൾ, ഇമ്പോർട്ടന്റ് എന്ന് നോട്ട് ചെയ്തിടാം. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെ. ഇൻഷുറൻസ് ഒക്കെ എടുത്തവർക്ക് അറിയാം വർഷത്തിലൊക്കെ എത്ര രൂപയാ അല്ലെ. വർഷത്തിലൊക്കെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇൻഷുറൻസ് ഇത് വരുന്നവരുണ്ട് അല്ലെ. ഇതിനകത്ത് മന്ത്ലി 500 രൂപയൊക്കെ വെച്ച് അടയ്ക്കുന്നവരുണ്ട്. അപ്പൊ തന്നെ നോക്കി ഒരു വർഷത്തിൽ വരുമ്പോ ഓക്കെ. അപ്പൊ ഇത് SBIയിൽ വളരെ കുറഞ്ഞ പ്രീമിയം ഉള്ളൂ, 30 രൂപയാണ് പ്രീമിയം വരുന്നത്. പെർ ഇയർ ആണെന്ന് ഓർക്കണം, മന്ത്ലി അല്ല. ഒരു വർഷത്തിൽ 30 രൂപ അടച്ചാൽ മതി. ഓക്കെ ആണല്ലോ അല്ലെ അത്. ഇനി അടുത്തത് നോക്കിയേ, എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. ഈ പ്രൈവറ്റ് ഹെൽത്തിന്റെ ഓക്കെ അല്ലേ, തമ്പ് വന്നില്ല. യെസ്, ഒരാളെങ്കിലും ഇട്ടാ മതി. ഓക്കെ, അടുത്തത് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന്. അതിന്റെ എക്സാമ്പിളുകൾ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്? അതിന് എക്സാമ്പിൾസ് ആണ് സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ. സ്റ്റാർ ഫാമിലി ഹെൽത്ത് അതാണ് ഇൻഷുറൻസ് പ്ലാന്. അടുത്ത ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്. മെഡിക്കെയർ പ്ലാൻ ആണ് ടാറ്റ. ആ പേരുകൾ മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആട്ടോ സ്റ്റാർ ഫാമിലി ഹെൽത്ത്. രണ്ടാമത്തെ ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണത്. അടുത്താണ് റിലയൻസ്. റിലയൻസ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ് റിലയൻസ്. ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് പ്ലാൻ ആണത്. മണിപ്പാൽ സിഗ്ന. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്. ബജാജ് അലയൻസ് ഹെൽത്ത് ഗാർഡ് ആണ്. ഹെൽത്ത് ഗാർഡ് ഏതാണ് ആ പ്ലാൻ? ഏതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ? ഏതാണ്? ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഗാർഡ്. ഭാരതി ആക്സ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ഭാരതി ആക്സ. ഇതൊക്കെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ്, ഏജൻസികളാണ്. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഉണ്ട്, ടാറ്റ AIG, റിലയൻസ്, മണിപ്പാൽ സിഗ്ന, ബജാജ് അലയൻസ്, ഭാരതി ആക്സ. പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒപ്റ്റിമ പ്ലാൻ, മെഡിക്കെയർ പ്ലാന്, ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് പ്ലാന്, പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, ഹെൽത്ത് ഗാർഡ്, സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാന്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് TPA ആണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് TPA. അവിടെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തോ കേട്ടോ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. TPA or third party administrator is a company. TPA എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ആകാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഏജൻസിക്കില്ലേ, ഏജൻസികളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളാകാം, ഓർഗനൈസേഷൻ ആവാം. ദാറ്റ് ഹോൾഡ് എ ലൈസൻസ്, അവർക്ക് ലൈസൻസ് ഉണ്ട് ഫ്രം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി IRDAയുടെ ഒരു ലൈസൻസ് ഉള്ള കമ്പനിയോ ഏജൻസിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ആകാം TPA എന്ന് പറയുന്നത്. TPA. നമ്മൾ ഈ ഓരോ ക്ലെയിമുകള് അത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ലൈസൻസ് കിട്ടിയിരിക്കുന്ന ഒരു കമ്പനി, അതിനുള്ള ലൈസൻസ് വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. അതിന് ലൈസൻസ് വേണം അല്ലെ. അത് ലൈസൻസ് ഫ്രം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് ക്ലെയിമുകളൊക്കെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ള കമ്പനിയാകാം, ഏജൻസി ആവാം, ഏതെങ്കിലും സ്ഥാപനങ്ങളാവാം TPA എന്ന് പറയുന്നത്. To process claims in addition to providing cashless facility as an outsourcing entity of health insurance company and selection of high quality hospital for insurance companies. അപ്പൊ TPA എന്താ നോക്കുക, ആ പ്രോസസ് ഓഫ് ക്ലെയിംസ് വരെ നിങ്ങൾ നോട്ട് ചെയ്തിടുക കേട്ടോ. TPA is a company, agency or organization that hold, അവർക്ക് എന്തിനുള്ള ഇതുണ്ട്, ലൈസൻസ് ഉണ്ട്, ക്ലെയിം പ്രോസസ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. എവിടെ നിന്ന്? IRDAയുടെ ലൈസൻസ് കിട്ടിയിട്ടുള്ളതാണ്.
ക്ലൈം പ്രോസസ്സിങ്ങിന് IRDAയുടെ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഏജൻസിയോ ഓർഗനൈസേഷനോ കമ്പനിയാണ് TPA എന്ന് പറയുന്നത്. TPA. In addition to providing cashless facilities, cashless facility provide ചെയ്യുന്നതിന് പുറമെ തന്നെ as an outsourcing entity of health insurance company and a selection of high quality hospital for insurance company. Insurance കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള high quality hospitalന്റെ selection. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സ്ഥാപനമാണ്, entity of a health insurance company. ഔട്ട്സ്റ്റാൻഡിംഗ് എൻറ്റിറ്റി ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. ഇതൊക്കെ അങ്ങനെയുള്ള ക്യാഷ്ലെസ് ഫെസിലിറ്റികളും അത് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനകത്ത് ആ പ്രോസസ് ക്ലൈം എന്ന് പറഞ്ഞ അവിടെ വരെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക. TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഡാഷ് ഈസ് എ കമ്പനി, ഏജൻസി ഓർ ഓർഗനൈസേഷനിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം TPA. ഫുള്ള് വാരി വലിച്ചൊന്നും പഠിക്കണ്ട, അത്രയും നോട്ട് ചെയ്തിടാം. TPA's function as an intermediary between ആരൊക്കെ തമ്മിലുള്ളതാ? ഇൻഷുറൻസ് പ്രൊവൈഡർ, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരും ആൻഡ് ഇൻഷുർഡും തമ്മില് ഇന്റർമീഡിയറ്റ് ആണ് TPA. അല്ലെ? ഇപ്പൊ ഞാനൊരു ഇൻഷുറൻസ് എടുത്തു, ഞാനും ആ കമ്പനിയും അതിന്റെ ഇടയ്ക്കുള്ള ആളാണ്. ഇപ്പൊ നമ്മളെ ഏജൻസ് ഒക്കെ വഴിയായിരിക്കും അല്ലെ, അല്ലാതെ നേരിട്ട് കമ്പനിയുമായിട്ട് ഡീലിംഗ് ആയിരിക്കില്ല. കമ്പനിയുടെ ഏജന്റുമാരുണ്ടാവും, അതൊക്കെ TPA എന്ന് പറയുന്നത്. ഉണ്ടോ? ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ എന്താണ്? ഇൻഷുറൻസ് പ്രൊവൈഡറിനും അതുപോലെ ഇൻഷുർഡ് നമ്മൾക്കും ഇടയില്, ഇൻഷുർഡ് ചെയ്ത ആള് അയാൾക്കും ഇടയില് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട്, ഒരു ഇടനിലക്കാരനായിട്ട് TPA പ്രവർത്തിക്കുന്നു. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമ്മളും ഇൻഷുറൻസ് കമ്പനിയും അതിന്റെ ഇടയിൽ ആരുണ്ട്? TPA ഉണ്ട്. നേരിട്ട് കമ്പനി ആയിട്ടല്ല, ചിലപ്പോ ഏജൻസി ഒക്കെ വഴിയല്ലേ, എന്തെങ്കിലും കമ്പനിയോ ഏജൻസിയോ ഓർഗനൈസേഷനോ ഒക്കെ വഴിയായിരിക്കും. അപ്പൊ അവരാണ് ഇൻഷുററിനും ഇൻഷുർഡിനും ഇടയിലുള്ള ആളാണ്. അവർക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ക്ലൈംസ് പ്രോസസ് ചെയ്യാൻ ലൈസൻസ് കിട്ടിയവരാണ് അവര് കേട്ടോ, TPA. ഇനി the stakeholders involved as the follows. Stakeholders ആരൊക്കെയാ? Stakeholders of TPA. ആരൊക്കെയാണ് TPAയുടെ stakeholders? Okay, the stakeholders involved as the follows. ഇൻഷുറൻസ് ആരൊക്കെയാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി ഒരാള്. ഓക്കെ, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി, അതാണ് കേട്ടോ. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഇല്ലേ, അത്. ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആരാ? ഹോസ്പിറ്റലുകൾ. ഹോസ്പിറ്റൽ ഇവിടെ വെറുതെ നോട്ട് ചെയ്ത് വെച്ചോ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ ആരാണ്? ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ അതിനകത്ത് പങ്കാളികളായിട്ടുള്ളവരാണ്. കമ്പനി ഉണ്ട്, പിന്നെ ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡർ എന്ന് പറഞ്ഞ ആരാണ് പോളിസി ഹോൾഡർ? പോളിസി പേഷ്യൻസ് അല്ലേ? പേഷ്യൻസ്. ഇവര് 3 പേരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് TPA എന്ന് പറയുന്നത്. അപ്പൊ TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാ ചോദിക്കാറുണ്ട്, എഴുതി വെച്ച അവിടെ ക്വസ്റ്റ്യൻ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPA ഇൻക്ലൂഡ്സ്. ആരെല്ലാമാണ് TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാലാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്, പോളിസി ഹോൾഡർ എന്ന് പറഞ്ഞ ആരാണ്? പേഷ്യന്റ്. അപ്പൊ അത് 3 ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡർ. ഇവര് 3 TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇവര് 3 പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ ആയി പറഞ്ഞത്? 3 കാര്യങ്ങൾ നോട്ട് ചെയ്തോ? അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി അതില്. TPAയുടെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കാം. ആ ഫസ്റ്റ് സെന്റൻസ് പ്രോസസ് ക്ലെയിം എന്നില്ലേ, അവിടെ വരെയും നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ ഇൻഷുറൻസ് പ്രൊവൈഡറിനും ഇൻഷുർഡിനും ഇടയിലുള്ള ആളാണ്, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളാണ് TPA എന്ന് പറഞ്ഞ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതാണ് TPAയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്?
ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്, പോളിസി ഹോൾഡേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇൻഷുറൻസ് കമ്പനി. ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലുകള്. പോളിസി ഹോൾഡർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്. ഇവര് 3 പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടി ഉള്ളൂ ഇത് ചാപ്റ്റർ. ഓക്കെ, മൺഡേ ഉണ്ടല്ലോ നമുക്ക്, അപ്പോ മൺഡേക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു.